അത് റെസ്പെക്ട് അവർ തന്നെ എടുത്തത്. പ്രിയപ്പെട്ട MJ ഫാമിലി മെമ്പേഴ്സ്, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസ. നമ്മൾ ഈ പറഞ്ഞ പോലെ 5ാമത് വർഷമാണ് നമ്മളിത് ഇങ്ങനെ ഒരു പരിപാടി കൂടുന്നത്. നമ്മളിത് കൂടാൻ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പൂർവിക, അതായത് മാതാപിതാക്കൾ അവര് മരണപ്പെട്ടു സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവർക്ക് എന്തായാലും എന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയും എന്റെ അച്ഛനും അമ്മയും എല്ലാവരും അവസാന സമയമായപ്പം ഇവിടെ തന്നെ വന്നു, എല്ലാവരുടെയും ഒരിടത്താക്കി. അങ്ങനെ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞ് നമുക്കൊരു ഇത് വന്നതാണ് MJ ഫാമിലി എന്നുള്ളൊരു കണ്ടന്റ് വന്നത്. അതുവഴി നമ്മൾ എന്ത് ചെയ്ത് ആ MJ ഫാമിലി തുടങ്ങി. അന്ന് മുതൽ എല്ലാ വർഷവും ക്രിസ്മസിന് നമ്മൾ ഉച്ച കഴിഞ്ഞ് എല്ലാ കുടുംബക്കാരും കൊച്ചുകുട്ടികളും പുറത്ത് വിദേശത്തായിരിക്കുന്നവർ ഇപ്പം വീഡിയോ കോളിലുണ്ട്, ഓൺലൈനിലുണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഒന്നിച്ച് ഇവിടെ കൂടി ഒരു ദിവസം നമ്മൾ പരസ്പരം പങ്കിടാനും സന്തോഷിക്കാനും. അപ്പം പരസ്പരം എല്ലാം വേറെ ഒന്നും നേടിയില്ലെങ്കിലും നമ്മൾ പരസ്പരം നമുക്ക് ഇത്രയും പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. സാധാരണ ഇന്നത്തെ കാലത്ത് ആർക്കും ആരെയും അറിഞ്ഞുകൂടാ. സ്വന്തം സഹോദരങ്ങൾ തന്നെ ഒരിടത്ത് വെച്ച് കണ്ടാൽ ഇത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഇത് ഇന്ന ബന്ധുവാണെന്ന്. അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഈ മാതാപിതാക്കളുടെ ഒരു വലിയ ഗുണം കൊണ്ട്, നന്മ കൊണ്ട് നമുക്കെല്ലാം ഒന്നിച്ച് കൂടാൻ പറ്റും. അങ്ങനെ നമ്മളതോടെ ഒരുമിച്ച് കൂടിയത്. അപ്പോഴേ ഇന്നത്തെ കർത്തവ്യം എന്ന് പറയുന്നത് സ്വാഗതം പറയുന്നതാണ്. ഇന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ അധ്യക്ഷനായിട്ട് ഇരുന്ന ആളിനെ എത്താൻ പറ്റിയില്ല, അവർക്ക് വേറെ ഒരു അസൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആങ്കറിൽ നിന്ന് തുടങ്ങാം. നമ്മളെ ഈ പരിപാടി ആങ്കരം ചെയ്യുന്ന ഡോണയ്ക്ക് എന്റെ ഫാമിലിയുടെ പേരിലും എന്റെ പേരിലും ഹാർദവമായി സ്വാഗതം. അതേപോലെ ഇന്ന് നമുക്ക് നമ്മുടെ പ്രതീക്ഷിക്കാതെ ഗസ്റ്റായി വന്നു കഴിഞ്ഞാൽ ഗസ്റ്റായി നമ്മുടെ കുടുംബത്തിന്റെ ആളായി വന്നിരിക്കുന്ന അളിയനും സഹോദരിയും മോനും അവരെ 3 പേരെയും പ്രത്യേകമായി അതെ അങ്ങനെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ ഓരോ വർഷം ചെല്ലുന്ന നമ്മുടെ കുടുംബത്തിൽ എണ്ണം കൂടിക്കൊണ്ടുവരുന്നു. അത് നല്ലൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇപ്പൊ പുതുതായി വരുന്നുണ്ട് ശ്രീനാഥ്, ഡോണയുടെ കല്യാണം കഴിക്കാൻ പോകുന്നു. അപ്പൊ ആ ശ്രീനാഥിന് എന്റെ ഫാമിലിയുടെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാനിത് ഒരു ചെറിയൊരു കഥ പറഞ്ഞിട്ട് ഞാൻ നടത്തും. വലിയ ഒരുപാട് നീട്ടില്ല. എന്നാൽ ഇത് കഥയല്ല, നമ്മളെല്ലാവരും നിരന്തരം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സംസാരിക്കരുത്. ദൈവത്തോട് ചോദിക്കുന്ന നമ്മളെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ രാവിലെ എണീറ്റ് രാവിലെ മുതൽ രാത്രി വരെ ജപമാല ചൊല്ലും, നൊവേനകൾ ചൊല്ലും, പ്രാർത്ഥനകൾ ചൊല്ലും, ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലും. അവസാനം നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്ത് കർത്താവേ, ഞാൻ രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ നിനക്ക് നൊവേന ചെയ്തു, പ്രാർത്ഥന ചെയ്തു, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഈ കാര്യം സാധിച്ചു തന്നില്ല? എൻ്റെ മക്കളുടെ വിവാഹം, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, എൻ്റെ കടഭാരം, അങ്ങനെ പല പ്രശ്നങ്ങൾ, രോഗങ്ങൾ, എന്തുകൊണ്ട് എനിക്കിത് മാറ്റിക്കിട്ടിയില്ല? ഞാൻ എല്ലാ സമയവും ഞാൻ ദൈവമേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ലേ എന്ന് ഈ നമ്മളെ മനുഷ്യരായ എല്ലാവരും ദൈവത്തോട് ചോദിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നതെന്ന്. അപ്പൊ ദൈവം അതിന് കർത്താവായി യേശുക്രിസ്തു നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ അതിനൊരു മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്. ഈ ശമരിയക്കാരനായ മനുഷ്യൻ യാത്രാമധ്യേ ഒരു അർത്ഥപ്രാണനായി സുഖമില്ല കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് അയാളിനെ എടുത്ത് തോളത്തിട്ട് ഒരു അടുത്ത് കണ്ട ഒരു സത്രത്തിൽ കൊണ്ടാക്കി അവർക്ക് ആവശ്യമായ പൈസ എല്ലാം കൊടുത്തിട്ട് പറഞ്ഞ് ഈ മനുഷ്യനെ വേണ്ട പോലെ സംരക്ഷിക്കുക, ഞാൻ എന്ന് പറഞ്ഞിട്ട് പൈസയും കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞ ഒരു വാക്കാണ് യേശുനാഥൻ നമ്മളോട് പറയുന്നത്. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ പലിശ സഹിതം തിരിച്ചു തരും, ഇയാളെ നല്ല പോലെ നോക്കിക്കൊള്ളണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലും ഇതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് രാവിലെ മുതൽ ഞാൻ ഒരു ദിവസം കിടക്കുന്നതിനകത്ത് ഒരു 10 പ്രാവശ്യം ജപമാല ചൊല്ലും, നൊവേനകൾ ചൊല്ലും, എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം സാധിച്ചു തന്നില്ലല്ലോ എന്ന്. അതിന് യേശുനാഥൻ മറുപടി നൽകുന്നതാണ്, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വെറും കൈയോടെയില്ല, നമ്മൾ എന്തുമാത്രം ചെയ്തു അതിന്റെ പലിശ സഹിതം നമുക്ക് തരാമെന്ന് ആ കർത്താവ് നമുക്ക് വാക്ക് തന്നിരിക്കണം. പക്ഷെ അത് നമ്മൾ പലപ്പോഴും മറന്നിട്ടാണ് കർത്താവിനോട് നാം ചോദിക്കുന്നത്, എന്ത് കർത്താവ് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം ലഭിക്കാത്തതെന്ന്. അതുകൊണ്ട് ഇനി ആരും ദൈവത്തോട് ചോദിക്കരുത്, എന്ത് കർത്താവെ എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് ചോദിക്കരുത്. അതിനു പകരം നാം പ്രത്യാശയോടെ ഇരിക്കണം. കാരണം
കർത്താവ്